മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21:43 വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. എന്താണ് അത്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാരുടെ സന്തോഷമാണെന്ന് നമ്മൾ 14-17 വായിക്കുന്നില്ല റോമ? അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം, ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുക്കുമെന്ന്. പണിയായില്ലേ? സന്തോഷം നിങ്ങളിൽ നിന്ന് എടുക്കും. എന്താണ്? സന്തോഷം അനുഭവിക്കാൻ അർഹതയുള്ളവർക്ക് കൈമാറുമെന്ന്. അതെന്താ? ഇന്നൊരു രസമുണ്ടായി. ഇന്നൊരു സാക്ഷ്യം ഞാൻ ആൾക്കാരെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ്, ഈ ദിവസങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ്. അപ്പം അവർ ഇതില്ലേ, സാരി, ചുരിദാറ്, പാവാട ഇതൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീയാണ്. അവിടെ ജോലിയാകുമല്ല, ചിലപ്പോൾ 1000-200 രൂപ ഒരു മാർജിൻ കിട്ടിയെങ്കിൽ അതുകൊണ്ട് കഞ്ഞി വെച്ച് പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ അവരൊരു പാവാട എന്തോ ചുരിദാർ എന്തൊക്കെ എടുത്തു. പക്ഷെ ഒരു 5-10 കൃപാസന പത്രം അവർക്ക് കൊടുത്തു. നിങ്ങളിപ്പോൾ വീട് വീഴാൻ തോറും നടക്കണതല്ലേ, ഇതുകൂടി കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു. അവരാ കൃപാസനം പത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വീട്ടിൽ ചെന്ന് ഓരോ വീട്ടിൽ കൊടുത്തു. അപ്പോൾ ആ വീട്ടുകാരത്തി പല പ്രാവശ്യം അവരൊക്കെ ഉണ്ട്, പരിചയമൊക്കെ അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പത്രമൊക്കെ അവർ വായിക്കുന്നുണ്ട്, അവർക്ക് പത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല സുവിശേഷ വേലയാണത്, അവർക്കത് മനസ്സിലാകുന്നുണ്ട്, ഇവരോട് ഒരു ബഹുമാനമുണ്ട്. അപ്പോൾ ഇടി മകളെ, നിനക്ക് യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ് ഞാനിവിടെ പോകാം, ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് പറയും. കാര്യം ഈ പാവപ്പെട്ടോണ്ട് ഇത് വെച്ചാണല്ലോ ജീവിക്കണത്. നിനക്ക് മനസ്സുകൊണ്ട് പറയാം. ഉടനെ ഭർത്താവ് ചോദിക്കും, ഇങ്ങനെ ചോദിക്കണില്ല, പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. നീ പോ, ചിലപ്പോൾ മാതാവ് നമുക്ക് തന്നതായിരിക്കും. അപ്പോൾ അവരുടെ മക്കൾ, ഈ ഇവരുടെ മക്കൾ അവിടെ യൂറോപ്പിൽ താമസിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കണുണ്ട്, അതിൻ്റെ എടുക്കണം, അതിൻ്റെ ഒരു പരിചരണം നടത്തണം, അത്രയേ ഉള്ളൂ. നല്ല കാശ് കിട്ടും. ഇപ്പോൾ 10-60,000 രൂപ, ഒരു 40,000 രൂപ മാസം കൊടുക്കും. അപ്പോൾ അത് ഇവരെ എല്ലാ ചിലവും കഴിഞ്ഞാലേ കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ ഈ ചുരിദാർ വിട്ട് അത്രയും കാശ് കിട്ടത്തില്ല. പക്ഷെ അവർ സാക്ഷ്യം പറഞ്ഞിട്ട് പോയെന്ന് അറിയുമോ? അവരങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ യൂറോപ്പിൽ ആ വീട്ടിൽ തന്നെ ജോലി അവർക്ക് കിട്ടി. 3 വർഷം. അപ്പോൾ എത്രയോ 10-15 ലക്ഷം രൂപയുടെ. അപ്പോൾ അവിടെ അവർക്ക് 18 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത്